can I get your perceptions on that, please? Mr. Prachish and Vishandran, നമ്മളുടെ ഈ ഒരു entrepreneurial mindset അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ what are the things that ഇവിടെയുള്ള നമ്മളുടെ ഓരോ കുട്ടികളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു കാര്യം എന്തായിരിക്കും? That is my first question. And രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ളൊരു എക്കോസിസ്റ്റം നമ്മളുടെ കേരള അല്ലെങ്കിൽ നേഷൻ മൊത്തത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ do we have a friendly ecosystem for startups? We say that like we have that Make in India initiative and all are there, but still is it friendly because of all this there are like a lot of tax hiccups, taxന്റെ ഒരു ഓവർലോഡ് അല്ലെങ്കിൽ ഓവർ ബർഡൻ തന്നെ നമുക്ക് പറയാം, ഡ്യൂപ്ലിക്കേഷൻസ് ഓഫ് ടാക്സസ് ഉണ്ടെന്ന് പറയാം, and then there are these union issues and there are like lot of things going on. So what do you want to comment on the ecosystem and this entrepreneurial mindset, please sir? Thank you. First of all, സംരംഭക മനോഭാവം, ആദ്യം അതിലേക്ക് വരാം. നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂറ് പോകും. ടൂറ് ബസ് പോകാമെന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ടീച്ചേഴ്സ്, പഠിപ്പിസ്റ്റുകൾ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു മിഡിലൊക്കെ ആകുമ്പോൾ ബെസ്റ്റികൾ, പിന്നെ ഏറ്റവും ബാക്കിലേക്ക് പോകുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സപ്ലിയുള്ള അലമ്പ് ടീമുകൾ ഏറ്റവും ബാക്കിലിരിക്കും. എനിക്ക് അതേ ഒരു പാറ്റേൺ ആണ് എനിക്ക് ഇവിടെയും കാണാൻ പറ്റിയിട്ടുള്ളത്. ഏറ്റവും ഫ്രണ്ടിൽ അധ്യാപകർ, കുറച്ച് പഠിപ്പിസ്റ്റുകൾ, അങ്ങനെ ആ ഒരു പാറ്റേണിൽ ഏറ്റവും ബാക്കിൽ ഇവിടെ നടക്കുന്ന സാധനങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, അവിടെ എന്തോ നടക്കട്ടെ. പക്ഷേ ഞാൻ ഒരുപാട് ഓൺട്രപ്രനർ സമ്മിറ്റുകൾ പങ്കെടുത്തതിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സംരംഭകരായിട്ടുള്ള ആളുകൾ ബാക്ക് ബെഞ്ചേഴ്സാണ്, ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈവൻ ഞാനൊക്കെ ഒരു പരിപാടി എൻ്റെ കോളേജിൽ നടക്കുമ്പോൾ, ഞാൻ PSMO കോളേജിലാണ് പഠിച്ചത്, എൻ്റെ കോളേജിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ മൂലൊക്കെ പോയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഓൺട്രപ്രണർ ഒരു മൈൻഡ് സെറ്റ്. കാരണം ഈവൻ ഒരു ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്ക്, ഏറ്റവും അക്കാഡമിക്കലി ഏറ്റവും ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അക്കാഡമിക്സ് കഴിഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങി അതിൽ ഏറ്റവും റാങ്ക് കിട്ടിയ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. ഇത് ആർക്കും കുറച്ച് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഓൺട്രപ്രണർഷിപ്പ്. അതിൻ്റെ ഒരു ലിവിങ് ഇപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ഒന്ന് നോക്കിയാൽ, ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു, ഏറ്റവും ബാക്കിൽ. എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു കോളേജിൽ. ഞാൻ PSMOയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷിൽ സപ്ലി ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാസ്സാവുന്ന സബ്ജക്റ്റാണ് ഇംഗ്ലീഷിൽ വരെ എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് വൈറ്റ് ഫോക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം റൺ ചെയ്യുമ്പോൾ 2021 ഫാസ്റ്റസ്റ്റ് എമേർജിങ് കമ്പനി ഇൻ കൺസ്ട്രക്ഷൻ കെമിക്കൽ എന്ന മേഖലയിൽ CMൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചു. അപ്പോൾ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഒരു എക്സാക്ട് വിഷൻ ഉണ്ട്. ഒരു 4 ആൾക്ക് ജോലി കൊടുക്കണം, ലോകത്തിറങ്ങുന്ന ഏറ്റവും നല്ല പ്രൊഡക്ട്സ് ഉപയോഗിക്കണം, ഏറ്റവും നല്ല ഹോട്ടലിൽ താമസിക്കണം, ഏറ്റവും നല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കച്ചവടക്കാരന് മാത്രമേ പറ്റുള്ളൂ, എംപ്ലോയിക്ക് പറ്റൂല. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈവൻ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പറയും, നന്നായി പഠിച്ചോ എന്നാലാണ് നല്ലൊരു ജോലി കിട്ടുള്ളൂ, നന്നായി പഠിച്ചോ എന്നാലേ ജോലി കിട്ടുള്ളൂ എന്ന് പറയും. നന്നായി പഠിച്ചിട്ട് ജോലിയല്ല കിട്ടേണ്ടത്, നന്നായി പഠിച്ചിട്ട് നമുക്ക് 4 ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ ഈവൻ എൻ്റെ മോൻ്റെ പാരൻസ് മീറ്റിങ്ങിന് ഞാൻ പോകുമ്പോൾ ഞാൻ ടീച്ചറോട് പറയാം, മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല. മാർക്ക് കുറഞ്ഞോട്ടെ, കാരണം എൻ്റെ മോനാണ്, മാർക്ക് കുറയും. മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ മാർക്കിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റണം. എങ്ങനെ ഒരാളെ മാനേജ് ചെയ്യണം, എങ്ങനെ ഒരാളെ മനസ്സിലാക്കണം, എങ്ങനെ മാർക്കറ്റ് മനസ്സിലാക്കാൻ പറ്റണം, അതാണ് ഒരു സംരംഭകൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. ഇപ്പോൾ ഈവൻ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു ഇക്കോസിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2014 ഞാൻ ആദ്യമായി ബിസിനസ് തുടങ്ങുന്നത്. അത് ഞാനൊരു റിലയൻസിലായിരുന്നു ജോലി ചെയ്തിട്ട്. റിലയൻസിൽ നിന്ന് ബെസ്റ്റ് എംപ്ലോയിക്ക് അവാർഡ് കിട്ടി. ഞാൻ റിലയൻസിൽ നിന്ന് രാജിവെച്ചൊരു ദിവസമുണ്ട്. ഞാൻ റീജിയണൽ മാനേജറായ സമയത്ത് രാജിവെച്ചത്. ഞാൻ SBI എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ലോൺ ഞാൻ ക്ലോസ് ചെയ്തു. വൈകുന്നേരം 3 മണിക്ക് തിരൂർ ബ്രാഞ്ചിൽ നിന്ന് എനിക്ക് NOC കിട്ടി. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, എൻ്റെ പേരിലുള്ള ലോൺ ക്ലോസ് ചെയ്തു എന്നുള്ളത്. ആ ബാങ്കിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്തത് എൻ്റെ ജോബ് റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ഫസ്റ്റ് 2 വർഷം ഞാൻ തേരാവാര നടന്നു. 2 വർഷം ഒരു ജോബും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ മൈൻഡിൽ വേണം, ഞാൻ ജോലി ചെയ്യാൻ ജനിച്ചവനല്ല,
എനിക്ക് 4 ആൾക്ക് ജോലി കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ 2020-21 കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് അത്രയും സപ്പോർട്ടുകളാണ്. നമുക്കൊരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് മാത്രം മതി. ആദ്യമൊക്കെ ഒരു ഓഫീസിൽ ഒരു ലൈസൻസിന് പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പറയും, നേരെ ചെല്ല്, പിന്നെ മറ്റേ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, പിന്നെ നൂലാമാലകളുടെ ഒരു ലോകം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ വീട്ടിൽ വരും. ഇപ്പോൾ ഓരോ വാർഡിലും നമുക്ക് ED ഓഫീസേഴ്സാണ് ഉള്ളത്. ഓരോ വാർഡിലും നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ഒരു ED ഓഫീസറെ കോൺടാക്ട് ചെയ്യാൻ, പിന്നെ നിങ്ങൾക്ക് സ്വൈര്യം തരില്ല. അവർ എന്താ തുടങ്ങാത്തത്, എന്ത് സപ്പോർട്ടാണ് വേണ്ടത്, ലോണ് വേണോ, പ്രൊജക്റ്റ് ഉണ്ടാക്കി തരണോ, അത്രയും സപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നത്. പിന്നെ അടുത്തത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചാലഞ്ചാണ് നമുക്കൊരു വിപണി കണ്ടെത്തുക. നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ സെല്ല് ചെയ്യണം, ആർക്കാണ് ഇത് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മുടെ ഗവൺമെൻറ് തന്നെ ഏറ്റവും വലിയൊരു കൺസ്യൂമറാണ്. കാരണം ഗവൺമെൻറ് ആണ് ഏറ്റവും വലിയ, കാരണം ഗവൺമെൻറ് ഇപ്പോൾ ജെം പോലുള്ള മാർക്കറ്റുകളുണ്ട്, ഗവൺമെൻറ് മാർക്കറ്റ് പോർട്ടൽ, അതിൽ 20% ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്നത് ഇതേപോലുള്ള സാധാരണ ഓൺടർപ്രണേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ടായി, ഇത്രയും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അവസരങ്ങളെ കറക്റ്റായിട്ട് നമ്മൾ വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കും ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആവാൻ പറ്റും. ആൻഡ് വൺസ് അഗൈൻ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ ബാക്കിലുള്ള ആളുകളെ ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. താങ്ക് യു. Thank you so much, sir.